ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ പണം നഷ്ടപ്പെട്ടാൽ അവർക്ക് എവിടെയും പോയി കരയാൻ സംവിധാനങ്ങളില്ല. അവർക്ക് ഈ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് ഫയൽ ചെയ്യിപ്പിക്കാനോ ED-യെ കൊണ്ട് ഈ സ്വത്ത് പിടിച്ചെടുപ്പിക്കാനോ കൃത്യമായി ഈ പിടിച്ചെടുക്കപ്പെട്ട സ്വത്ത് അവർക്ക് തിരിച്ചു കൊടുപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാനോ കഴിയില്ല. നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ED നടത്തിയിട്ടുള്ള കേസുകൾ, PMLA ആക്ട് വന്നതിന് ശേഷം ED-യുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമുള്ള കേസുകൾ പരിശോധിച്ചാൽ 4%, 5% കേസുകളിലാണ് ED-ക്ക് ഈ കേസ് കൾമിനേറ്റ് ചെയ്ത് ആ സ്വത്ത് പിടിച്ചെടുത്തത് ആളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നത്. അപ്പോ NIA-യുമായി എങ്ങനെയാണ് നമ്മൾ താരതമ്യപ്പെടുത്തുക? 90%, 95% കൺവിക്ഷൻ റേറ്റുള്ള ഒരു ഏജൻസിയാണ് NIA. അവരെയാണ് ഈ ED. അതാണ് ഞാൻ തുടക്കത്തിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത്, ED-യുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതത് സമയത്തുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അനുഗുണമായിട്ടുള്ള ചെണ്ടമേളം നടത്തുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് ED-ക്ക് പോകാൻ കഴിയുന്നില്ല. ഈ സ്വത്ത് കൊണ്ടുപോയ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത് അത് കറക്റ്റായിട്ടുള്ള സംവിധാനത്തിലൂടെ കൊണ്ടുപോയി സർക്കാരിൽ കണ്ടുകെട്ടി അത് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുകയും അതോടൊപ്പം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഇനി ഇത്തരം തട്ടിപ്പുകൾ നടക്കില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. കേരളത്തിലെ സഹകരണ സംഘം പൊളിയുന്നത് കൊണ്ടാണ് പുറത്തുനിന്ന് സഹകരണ സംഘങ്ങൾ വരുന്നത് കൊണ്ട് നിക്ഷേപം കിട്ടുന്നതെന്നുള്ള പ്രതീക്ഷയോ വിശ്വാസമോ എനിക്കില്ല. കാരണം ആട് തേക്ക് മാഞ്ചിയം മുതൽ ലിസ് മുതലുള്ള കേരളത്തിൽ തട്ടിപ്പുകൾ 100 കോടിയിലധികമായിരുന്നു. അന്ന് കേരളത്തിൽ സത്യസന്ധമായി ഒരു കുഴപ്പവുമില്ലാതെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന കാലമാണ്. അന്നും കേരളത്തിൽ മലയാളി ഇത്തരം പുറത്തുനിന്ന് വരുന്ന പെട്ടെന്ന് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ വീണിട്ടുണ്ട്. ഇതുമായി നമ്മൾ താരതമ്യപ്പെടുത്തിക്കൂടാ. കേരളത്തിൽ ഇപ്പോഴും സഹകരണ ബാങ്കിന് നല്ല വിശ്വാസവും മുമ്പോട്ട് പോക്കുമുണ്ട്. അതിന്റെ പുഴുക്കുത്തുകളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പുഴുക്കുത്തിൽ CPM വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പുഴുക്കുത്ത് നടത്തുന്നതിൽ, ആളുകളെ പറ്റിക്കുന്നതിൽ CPM-ലുള്ള വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിയാണ് ആളുകൾ ഇപ്പോഴും, വിശ്വാസം മാത്രമല്ല കുറച്ചൊക്കെ പേടിയും. കാരണം ഇത്തരം തട്ടിപ്പുകൾ വന്നാൽ പരാതിയുമായി രംഗത്ത് വരുന്ന ആളുകളെ CPM-കാർ കൈകാര്യം ചെയ്യും. അത് ദേഹോദരവും മാത്രമായിരിക്കില്ല, വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയാൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് CPM-ലുള്ള പാർട്ടിക്കകത്തുള്ള വിശ്വാസം, ജനാധിപത്യമില്ലായ്മ. CPM ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ പണം തരും, പുറത്തു പോകരുത്, പരാതി പറയരുത്, കോടതിയിൽ പോകരുത്, അല്ലെങ്കിൽ തെളിവ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ED-ക്ക് കേരളത്തിൽ നിന്ന് തെളിവ് കിട്ടില്ല. അങ്ങനെ ഒരു കേരളമാണ് നമ്മുടെ കേരളം. ആരും സ്വന്തം ജീവിതം റിസ്ക് എടുത്ത് കോടതിയിൽ പോയി തെളിവ് കൊടുത്ത് ഈ ആളുകളെ ശിക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കാൻ വയ്യ. പക്ഷേ ഒരു പാർട്ടിയെ പ്രതി ചേർത്ത് കോടതിയിൽ പോകുന്നത് മൗഢ്യമാണ്. അത് നാളെ CPM-ന് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് പോകുന്നതെന്ന് പറയാനുള്ള നല്ല എക്സാമ്പിളായി മാറും. ഫലത്തിൽ സംഭവിക്കുക, ആ കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയും ഈ പണം, അന്യാധീനപ്പെട്ട പണം അവസാനം കോടതി അവർക്ക് തിരികെ കൊടുക്കുകയും അത് അവർക്ക് സസുഖം ആ പണവുമായി മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമായി.